പ്രതിപക്ഷ ഉപനേതാവ് പദവിക്ക് വേണ്ടി ഇങ്ങനെ മുന്നണിക്കുള്ളിൽ കലഹം കൂട്ടുന്നതുകൊണ്ട് സി പി ഐക്ക് എന്താണ് ഗുണം? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു രാഷ്ട്രീയമായ ചോദ്യമാണ് അതേസമയം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തെ സി പി ഐ എങ്ങനെ കാണുന്നു എന്ന സംഘടനാപരമായ ചോദ്യം കൂടിയാണ്. സി പി ഐയും സി പി എമ്മും വെവ്വേറെ പാർട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ രണ്ടു കൂട്ടരും ഉൾപ്പെടുന്ന അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണി എന്ന സംഘടനയുണ്ടല്ലോ, LDF എന്ന സംഘടന, ആ സംവിധാനത്തെ ഇവർ എങ്ങനെ കാണുന്നു? അതുകൊണ്ട് രാഷ്ട്രീയമായും സംഘടനാപരമായും ഇതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. സി പി ഐക്ക് ഈ കലഹം കൂട്ടൽ കൊണ്ട് എന്താണ് ഗുണം? ആ ചോദ്യത്തിന് കാര്യമുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഒന്ന്, പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവി കേരള നിയമസഭയിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ ഉപനേതാവായി സി പി ഐയുടെ ഒരംഗത്തെ തീരുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പീക്കർക്ക് കത്ത് കൊടുത്താൽ കിട്ടുന്ന ഒരേ ഒരു കാര്യം ഒരു മുറി മാത്രമാണ്. ആ മുറിക്ക് മുന്നിൽ ഒരു ബോർഡും കിട്ടും. മറിച്ച് പ്രതിപക്ഷ ഉപനേതാവ് ബെല്ലടിച്ചാൽ വരാൻ ഒരു പ്യൂണിനെ പോലും കിട്ടില്ല. ഒരൊറ്റ പേഴ്സണൽ സ്റ്റാഫിനെ പോലും അധികമായി കിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്വാഭാവികമായി MLA ആയതുകൊണ്ട് MLAയുടെ PA ഉണ്ടാവും, അല്ലാതെ വേറൊരാളെ കിട്ടില്ല. നിയമസഭയുടെ നടപടിക്രമങ്ങളിലോ ചട്ടങ്ങളിലോ ഹാൻഡ് ബുക്കിലോ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട ഒരു രേഖയിലും ഒരിടത്തും പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവിയില്ല. ഇല്ലാത്ത പദവിക്ക് വേണ്ടിയാണ് ഈ വല്ലാത്ത ചാട്ടം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏത് കാലത്താണ് ചാടുന്നത്? സി പി ഐയും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോൽവി നേരിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു. തോൽവിക്ക് സ്വാഭാവികമാണ്, നമ്മളതിനെ മറികടക്കും എന്ന് സി പി ഐക്കും സി പി എമ്മിനും മറ്റ് ഘടകകക്ഷികൾക്കും അവരുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ആത്മവിശ്വാസമുണ്ട്. നല്ല കാര്യം. പക്ഷേ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന UDF കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ മാതൃകയിൽ തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആരെയും മൈൻഡ് ചെയ്യാതെ നടപ്പായിക്കൊണ്ടിരിക്കുന്നു. 100 ദിനം തികഞ്ഞ ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ ഒരു മോശപ്പെട്ട സർക്കാരിനെയാണ് 100 ദിവസം കൊണ്ട് കേരളത്തിന് കൊടുത്തത് എന്ന് പ്രതിപക്ഷത്തിന് സംശയമില്ല. അവർ അത് പറയുകയും ചെയ്തിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എണ്ണി പ്രതിപക്ഷത്തിന് പറയാനുണ്ട്. ഭരണപക്ഷത്തിൻ്റെ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കാനുമുണ്ട്. ഈ സന്ദർഭം നമ്മുടെ ആവശ്യമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണ് ഒരവസ്ഥ. രണ്ടാമത്തെ അവസ്ഥയോ അതിലും രാഷ്ട്രീയമായി മാരകമാണ്. കേരളത്തിൽ ആദ്യമായി നിയമസഭയിൽ ഒന്നിലധികം BJP MLAമാർ, 3 പേർ. ആ 3 പേരിൽ ഒരാൾ BB ഗോപകുമാർ ജയിച്ചിരിക്കുന്നത് CPI സ്ഥിരമായി ജയിച്ചിരുന്ന കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. മറ്റ് 2 സീറ്റുകൾ CPMൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു, കഴക്കൂട്ടവും നേമവും. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും BB ഗോപകുമാറും കേരള നിയമസഭയിൽ BJPയുടെ 3 MPമാരായി നിൽക്കുന്നു. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം പൊരുതുന്നു കേന്ദ്രത്തിലും കേരളത്തിലും എന്ന് അവകാശപ്പെടുന്ന CPIക്ക്, ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ CPIക്ക് ഈ സന്ദർഭം ഒരു പ്രധാന സന്ദർഭമല്ലേ? അല്ലെങ്കിൽ ഭരണത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യണം, ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് രാഷ്ട്രീയമായി ബോധ്യമുള്ള CPIക്ക് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തിയാണോ? ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതില്ലേ? പാർട്ടിയിലോ മുന്നണിയിലോ അല്ലെങ്കിൽ തെരുവ് സമരങ്ങളിലോ ഒന്നും ഈ വിഷയങ്ങൾ CPIക്ക് ഒരു വിഷയമേ അല്ലേ? CPIയുടെ വിഷയം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പദവിയുമില്ലാത്ത, നിയമസഭയിൽ ഒരു സ്ഥാനവും പ്രത്യേകിച്ചില്ലാത്ത ഒരു മുറി മാത്രം കിട്ടുന്ന, അതിൻ്റെ പേരിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് നടിക്കാനല്ലാതെ വേറൊരു കാര്യവുമില്ലാത്ത ഒരു നോൺ ഇഷ്യൂവിൽ തൂങ്ങിപ്പിടിക്കാനാണോ? അതിലാണോ BJP, അതിലാണോ CPI ഏറ്റവും വലിയ പ്രാധാന്യം കാണുന്നത്? അതാണോ CPIയുടെ പ്രയോറിറ്റി? ആലോചിച്ച് നോക്കൂ. CPI പറയുന്നത് പ്രതിപക്ഷ നേതാവ്
പിണറായി വിജയൻ പദവിക്കും മുതിർന്ന നേതാവിൻ്റെ സ്ഥാനത്തിനും പക്വതയ്ക്കും ഒക്കാത്ത വിധം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന്. എന്താ അദ്ദേഹം പറഞ്ഞത്? മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞു, സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് അതായത് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ, അതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. ആരുടെ പേരാണോ കൊടുക്കുന്നത് ആ നേതാവ് പ്രതിപക്ഷ ഉപനേതാവാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് CPM നേതാവിൻ്റെ പേരാണോ CPI നേതാവിൻ്റെ പേരാണോ കൊടുക്കുക എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ആ ചോദ്യമാണ് ഗംഭീരം. കൃത്യമായി പിണറായി ഒരു മറയും കൂടാതെ പറഞ്ഞു CPM നേതാവിൻ്റെ പേരാണല്ലോ എന്ന് പറഞ്ഞു. ഉള്ള കാര്യം ഉള്ളതുപോലെ പിണറായി വിജയൻ പറഞ്ഞതാണോ CPIയുടെ പ്രശ്നം? അങ്ങനെയുണ്ടെങ്കിൽ CPI ഈ കഴിഞ്ഞ മാസങ്ങളിൽ 3 മാസമായി നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ, വെല്ലുവിളികൾ, ഗോഗ്വാവിളികൾ, ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള പറച്ചിലുകൾ, താക്കീതുകൾ, മാധ്യമങ്ങൾ ഈ വിഷയം കത്തിക്കുമ്പോൾ ആ കത്തിക്കലിനൊപ്പം നിൽക്കുന്നത്, ഇതൊന്നും പ്രശ്നമല്ലേ? CPM നേതാവിൻ്റെ പേരുൾപ്പെടുന്ന കത്ത് പിണറായി വിജയൻ സ്പീക്കർക്ക് കൊടുക്കും എന്ന് പറഞ്ഞതാണോ പ്രശ്നം? അങ്ങനെയെങ്കിൽ ഒരാൾ പറയുന്നത്, ഒരു പാർട്ടിയുടെ നേതാവ് പറയുന്നത് വലിയ കാര്യവും തങ്ങൾ പറയുന്നത് നിസ്സാരവുമാണോ? അങ്ങനെയാണോ രാഷ്ട്രീയമായി ഈ വിഷയത്തെ കാണേണ്ടത്? വ്യക്തിപരമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ വിഷയം ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതല്ലേ? അവർ പറയുന്നുണ്ടല്ലോ, കാനം രാജേന്ദ്രൻ്റെയും അതിൻ്റെ പുറകോട്ട് പോയാൽ CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും ഒക്കെ കാലം ഓർത്ത് നോക്കിയാൽ ബിനോയ് വിശ്വത്തിൻ്റെ കാലം CPM നേതാക്കന്മാർ പറയുന്ന കാര്യമാണ്. പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയും എഴുതുകയും ചെയ്യുന്ന കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ. ബിനോയ് വിശ്വം നേരിട്ട് ശക്തമായി കട്ടയ്ക്ക് കട്ട പറയുന്നില്ല, വരച്ച വരയിൽ നിർത്തുന്നില്ല. ആരെ? പിണറായി വിജയനെയും CPMനെയും. അതുകൊണ്ടാണ് കിട്ടാത്ത പദവി. നേരെ തിരിച്ചും ആ വിഷയത്തിന് ചോദ്യം പ്രസക്തമല്ല. ആ വിഷയത്തിൽ അതായത് കാനം രാജേന്ദ്രനോ CK ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ അതിനു മുമ്പുള്ള ആളുകൾ, PKB അടക്കമുള്ള ആളുകൾ തിരിച്ച് പുറകോട്ട് പോകൂ, MN ഗോവിന്ദൻ നായർ വരെ പോകൂ. ആരെങ്കിലും ആയിരുന്നെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ, പക്വതയുടെയും വിവേകത്തിൻ്റെയും മുഖമുദ്രയുള്ള കാമ്പും കഴമ്പുമുള്ള നേതാക്കന്മാർ ഈ വിഷയത്തെ, ഈ നോൺ ഇഷ്യൂവിനെ ഇങ്ങനെ കത്തിക്കുമായിരുന്നു? അതുകൂടെ ചോദിക്കണമല്ലോ. ഏറ്റവും അവസാനം കാനം രാജേന്ദ്രനായിരുന്നെങ്കിലോ? കാനം ഒരുപാട് വിഷയത്തിൽ CPMനെയും LDF സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകൾ പരസ്യമായി എടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് പാർട്ടിക്കും പുറത്തുനിന്ന് അഭിനന്ദനം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹമായിരുന്നെങ്കിൽ ഈ ഒരു നോൺ ഇഷ്യൂവിനെ കത്തിച്ച് പരിഹാസ്യനാകുമായിരുന്നു, അതോ കൂടെയുള്ള സഖാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു? ഇപ്പോൾ പ്രകാശ് ബാബുവും P പ്രസാദും അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ സന്ദേശവാഹകരാണല്ലോ. പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവി വെറും കടലാസ് പുലിയാണ്. നിയമസഭാ ചട്ടങ്ങൾ നടപടിക്രമങ്ങളിൽ ഇല്ല. ഒരു ബോർഡും മുറിയും മാത്രമേ കിട്ടുകയുള്ളൂ. ഒരു പ്യൂണിനെ പോലും കിട്ടില്ല. നിയമസഭയിൽ ഒരു പ്രത്യേക പ്രിവിലേജും റൈറ്റും ഇല്ല. അത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി. സഭയ്ക്കകത്തെ കാര്യമാണ് പറയുന്നത്. പുറത്ത് ഒരു മുറി മാത്രം കിട്ടും, അകത്ത് പ്രത്യേകിച്ച് ഒരു അവകാശവുമില്ല. അങ്ങനെ ഒരു പദവിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകം എന്തിനിങ്ങനെ സ്വന്തം മുന്നണിക്കുള്ളിൽ അന്തഃഛിദ്രമുണ്ടാക്കുന്നു? ഈ മുന്നണി ഇപ്പോൾ നയിക്കേണ്ട റോൾ, ഇപ്പോൾ വഹിക്കേണ്ട റോൾ, ഇപ്പോൾ നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ പ്രയോറിറ്റി അതാണോ? CPI ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, തലസ്ഥാനത്തെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്, CPIയുടെ പ്രയോറിറ്റി ഈ വിഷയമായി മാറുന്നതിൽ CPIയിലെ നേതാക്കന്മാർക്ക് ആർക്കും ഒരു മറുചോദ്യവുമില്ലേ? മോശമല്ലേ ഇങ്ങനെ പോകുന്നത്? ഇതാരുടെയെങ്കിലും എന്തെങ്കിലും ഈഗോയുടെ പ്രശ്നമാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം CPIയുടെ നേതാക്കന്മാർക്കില്ലേ? CPIയുടെ നേതാക്കന്മാരെ ഉപദേശിക്കുന്നവർക്കില്ലേ? ആലോചിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ LDFൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ മുൻഗണനകളെ ബാധിക്കുന്നത് അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഇടപെടലുകളെ തളർത്തുക തന്നെ ചെയ്തേക്കാം. ഇടപെടലുകൾ ഒരുപാട് ആവശ്യമുള്ള സമയത്ത് ഈ അനാവശ്യമായ നോൺ ഇഷ്യൂ എന്നുള്ള വാക്ക് വീണ്ടും പറയാണ്, വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക എന്നതാണ് CPI ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതാണ് നല്ലത്, അതാണ് ബുദ്ധി, അതാണ് രാഷ്ട്രീയം. നന്ദി, നമസ്കാരം.